ഫ്രണ്ട്സ്, ഞാൻ പതിവ് പോലെ രാവിലെ എണ്ണീറ്റ് സമ്മതിക്കുന്നില്ല കേട്ടോ, ഒന്നും പറയാൻ പോലും സമ്മതിക്കുന്നില്ല. ചാർലി കടിയോട് കടി. അവൻ എങ്ങനെ ഇന്ന് ചാടി എൻ്റെ കട്ടിലെ കയറിയെന്ന് എനിക്കറിയത്തില്ല. കയറിയിട്ട് എൻ്റെ ചെവി കടിച്ച് ഒരു പരുവാക്കി അവൻ എന്നെ ഉറക്കം എണ്ണിച്ച്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, കടിക്കുക എന്നെ കണ്ടോ, വിറാ കേട്ടെ, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കാല് തരത്തില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ട് അവൻ കട്ടിലേ കയറിയെന്ന് എനിക്കറിയത്തില്ല. അവൻ ആ പൊക്കത്ത് കയറി വന്ന് എൻ്റെ ചെവി ഇന്ന് കടിച്ചൊരു പരുവാക്കി. അങ്ങനെ രാവിലെ അന്നേരം രാവിലെ എന്നോട് അടി ഉണ്ടാക്കുമോ, ഇത് നോക്ക് എന്നെ കടിക്കാതെടാ ചാർലി. രാവിലെ എൻ്റെ പെടലിക്ക് കയറിക്കൊണ്ടിരിക്കുക, എന്ത് കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ കൊച്ചുങ്ങളെ തുറന്നുവിടാൻ പോവാം. എന്താ ചക്കരെ, കൊച്ചുങ്ങളെ തുറന്നുവിടാൻ പോവാം. ഇന്നലെ ഇവിടെ ഭയങ്കര വിഷയമായിരുന്നു ബെല്ലെ ചാർലിയും തമ്മിൽ. വേറെ ഒന്നുമല്ല, ബെല്ലയ്ക്ക് ഇച്ചിരി പൊസസീവ് കൂടുതലുള്ള കൂട്ടത്തിലാണ്. കാരണം അവളെ മേടിച്ച സമയത്ത് ഞാൻ അവളെ ഇങ്ങനെ അകത്തിട്ട് എൻ്റെ കൂടെ ഇട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നേ. അപ്പോൾ അവൾ ഇച്ചിരി ഇതായപ്പോൾ ഞാൻ വെളിയിലോട്ട് മാറ്റി. അന്നേരം അതിൻ്റെ ദേഷ്യം ഭയങ്കരമായിരുന്നു. ഇന്നലെ ചാർലിയെ അവൾ കൊന്നേനെ, അത് ഓടിച്ചിട്ട് കടിക്കുമായിരുന്നു. കടിക്കാൻ പോയത് ഞാൻ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്നലെ ചാർലിയെ അവൾ കൊന്നേനെ. കാരണം ഇവളെ ഞാൻ ബെല്ലെ ഞാൻ കുഞ്ഞിലേ തൊട്ട് ഈ ചാർലി ഇട്ട് വളർത്തുന്ന കണക്ക് വളർത്തിയതാണ്. അന്നേരം അവൻ എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും ബെല്ലയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്നലെ അവൻ്റെ നേരെ കുരച്ചൊരു പരുവാക്കിയിട്ട് അവൾ എൻ്റെ ആന്നുള്ള അധികാരത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ബെല്ല കാണുന്ന കണക്കൊന്നുമല്ല, തരാ ബെല്ല കാണുന്ന കണക്കൊന്നുമല്ല, നല്ല കടി കടിക്കും. എൻ്റെ അടുത്ത് വേറൊരു പട്ടിക്കുഞ്ഞുങ്ങളും വരുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾ ഭയങ്കര ഇതാള്, ഭയങ്കര എന്തോ ബെല്ലേ ഇടങ്ങ്. അത് ഞാൻ ഇന്നലെ ശരിക്കും കണ്ട് ബെല്ലയുടെ പൊസസീവ് എന്തുവാന്ന്. അവൾ ഇന്നലെ അവനെ ഒരു പരുവാക്കിയനായിരുന്നു. അത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ അടുത്തോട്ട് വരുമ്പോൾ കുറച്ചങ്ങ് കടിച്ച് കീറാൻ പോവുക. ഞാൻ പിടിച്ച് മാറ്റിയപ്പോൾ അവൾ വന്ന് എൻ്റെ മടിയിൽ കിടക്കുന്നു. അവനെ അടുത്ത് ഇരുത്തൂല, അമ്മാതിരിയുള്ള ദേഷ്യം. എന്തുവട്ടെ സേ ആ ശരി മക്കൾ ചെല്ല്, അയ്യത്തൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെ ദേഷ്യം കാണിച്ചു അവൾ ഇന്നലെ. എന്തുവാട്ടെ സേ ആ ചെല്ല് അയ്യത്തൊക്കെ പോയിട്ടോ, ഞാൻ മുട്ട പുഴുങ്ങിത്തരാം. ചെല്ല് പോയിട്ടോ. അപ്പം ഇതാണ് കാര്യം. ഇനിയിപ്പോൾ രാവിലെ ഇവരുടെ പരിപാടിയിലോട്ട് പോവാം. ബെല്ല തുറന്നു വിട്ടപ്പോഴേ അയ്യത്ത് പോയിട്ടുണ്ട്. ഇവള് വന്ന് കുറേ ഉമ്മയൊക്കെ തന്നിട്ടേ പോകും ടെസ. ചെല്ല് പോയിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇവരുടെ കാര്യങ്ങളിലോട്ട് പോവാം. അപ്പം അതുപോലെ മുട്ട വെക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങൾക്കുള്ള. ഇന്ന് മൊത്തത്തിൽ നമ്മളൊരു 10 മുട്ടയോളം വെക്കും. 4 എണ്ണം ഇന്ന് ബെല്ലയ്ക്ക് കൊടുക്കണം, 3 എണ്ണം ടെസയ്ക്ക്, അപ്പോൾ തന്നെ 7 ആയി. പിന്നെ 2 എണ്ണം എനിക്ക് വേണ്ടിയിട്ട്, പിന്നെ 1 എണ്ണം ചാർലിക്ക്. അവൻ കഴിക്കത്തില്ല അങ്ങനെ, എന്നാൽ കുറച്ച് കഴിക്കും. ഞാൻ പിന്നെ ഒരുപാട് നിർബന്ധിച്ച് കൊടുക്കാറുമില്ല, കാരണം അവൻ്റെ വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം മുട്ടയും മറ്റ് ഇതുമെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് 10 മുട്ട ഇന്ന് നമ്മൾ പുഴുങ്ങാൻ വയ്ക്കും. ഓക്കെ, എന്നാണ്ട് 10 മുട്ട എടുത്തിട്ടുണ്ട്, കാണാമല്ലോ, താഴോട്ടിട്ടാൽ പൊട്ടും. ഓക്കെ, 10 മുട്ട എടുത്തിട്ടുണ്ട്. 10 മുട്ടയും കഴുകി നമ്മളിപ്പോൾ അടുപ്പയിലോട്ട് വെക്കും. പുഴുങ്ങി സെറ്റാക്കി എടുക്കും നമ്മൾ. 10 മുട്ടയും കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി തിളപ്പിക്കാൻ പോവുക. അന്നേരം എല്ലാം അടുപ്പയിലോട്ട് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 4, 5, 6, 7, 8, 9, 10 മുട്ടയും അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും ഗ്യാസ് കത്തിച്ചില്ല, ഇതൊന്ന് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. ഗ്യാസ് ഓഫാണ്. ഗ്യാസ് ഓഫാക്കി വെച്ചായിരുന്നു ഇന്നലെ രാത്രി. ഓക്കെ, ഗ്യാസ് കത്തിച്ചു, അടുപ്പയിലോട്ട് വെച്ച് ഇതിനി നല്ലപോലെ പുഴുങ്ങി വരട്ടെ. 10 എണ്ണം ഉണ്ട്, നല്ലപോലെ പുഴുങ്ങട്ടെ. നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് അപ്പോഴത്തേക്ക് ചാർലിക്കുള്ള രാവിലത്തെ റോയൽ ക്യാൻ എടുക്കാം.
അത് തിളപ്പിക്കാൻ ഒരു പാത്രം എവിടെ ഇരിക്കുന്നു? ഓക്കെ, അവന് കുറച്ച് വെള്ളം മതി. അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് വേണ്ടി മാത്രമല്ലേ, അന്നേരം കുറച്ച് വെള്ളം മതി. അത് തിളപ്പിക്കാൻ നമ്മൾ ഇപ്പുറത്ത് അടുപ്പയിലോട്ടുകൂടെ അതുകൂടെ വയ്ക്കാം. അതിന് രണ്ടും കൂടെ ഒന്നിച്ചങ്ങാവും. ഓക്കെ, അത് രണ്ടും വെച്ച് ഇത് രണ്ടും ഒന്ന് ലെവലാവട്ടെ. ചാർലിക്കുള്ള ഫുഡ് പിന്നെ സെറ്റാക്കാൻ പോവാ. വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു കാര്യം ഞാൻ പറയാം, ഈ പിള്ളേരെല്ലാം ഞാൻ ഇങ്ങനെ ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പേര് വിളിക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരും. ഇപ്പം ചാർലിയുടെ കാര്യം പറയുമ്പോൾ ബെല്ല എന്നായിരിക്കും, ബെല്ലയുടെ കാര്യം പറയുമ്പോൾ ടെസ. അത് എല്ലാവരുടെയും പേര് ഇങ്ങനെ മാറിയും തിരിഞ്ഞും പോകുന്നത് കേട്ടോ. ഞാൻ അങ്ങ് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരുടെയും പേര് ഇങ്ങനെ പറയുമ്പോൾ വ്യത്യാസം വരുന്നതാണ്. വേറെ ഒന്നും വിചാരിക്കരുത്, ഞാനിപ്പോഴേ പറഞ്ഞതാണ്. കാരണം ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു സംഭവം പറ്റിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സെയിം റോയൽ ക്യാൻ തന്നെ ചാർലിക്കുള്ളത് എടുക്കുകയാണ്, രാവിലത്തേക്കുള്ളത്. ഓക്കെ, ബെല്ലമോളുടെ റോയൽ ക്യാൻ കഴിഞ്ഞു, വലുത് അഡൾട്ടിൻ്റെ. ഇനിയിപ്പോൾ അത് മേടിക്കണം. ചൂട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് കുതിരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നല്ലപോലെ കുതിരട്ടെ. നമുക്കതുവരെ ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും മുട്ട തിളയ്ക്കും. ഞാൻ ഒരു സൈഡിൽ രാവിലെ എനിക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും കൂടെ വെക്കാമെന്ന് കരുതി. ഇത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റമല്ലേ. ഇത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പയിലോട്ട് മാറ്റാം. മുട്ട ഇപ്പുറത്തേക്ക് മാറ്റി. എന്നിട്ട് നമുക്ക് പാത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അടുപ്പ് കത്തിച്ച് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മേടിച്ചതാ ചപ്പാത്തി. അപ്പോൾ അതിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ തൽക്കാലം 2 എണ്ണം മതി. 2 എണ്ണവും മുട്ടയുണ്ടല്ലോ. പിന്നെ ബൂസ്റ്റ് സെറ്റാക്കിയിട്ടില്ല, ബൂസ്റ്റിന് സെറ്റാക്കണം. അപ്പോൾ മുട്ട 2 അടുപ്പേ ഉള്ളൂ. അതിൽ ഒന്നിൽ മുട്ടയാണ്, ഒന്നിൽ നമ്മൾ ചപ്പാത്തി ഇടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാത്രം നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് പാത്രം നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് മുട്ട ഇവിടെ നല്ല സെറ്റായിട്ട് പുഴുങ്ങി വരുന്നുണ്ട്, അത് പുഴുങ്ങട്ടെ. നമുക്ക് പാത്രം ഒന്ന് ചൂടായിട്ട് ചപ്പാത്തി ചൂടാം. ചാർലി ചൂടായി. പാത്രം ചൂടായിട്ടുണ്ട്. ജസ്റ്റ് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തി 2 എണ്ണേ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയിപ്പോൾ മേടിക്കണം ഇന്നത്തേക്ക്. അപ്പോൾ ചപ്പാത്തി നമ്മൾ ഇടുകയാണ്. അതൊന്ന് ആവട്ടെ. ചപ്പാത്തി കറി ഇരിപ്പുണ്ട്, വെച്ച കറി ഇരിപ്പുണ്ട്. ഞാനത് ചൂടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കും. അടുപ്പ് ഒന്ന് ഒഴിഞ്ഞിട്ട് അത് ചൂടാക്കണം, ബൂസ്റ്റ് സെറ്റാക്കണം. ഇതിപ്പോൾ നമ്മൾ ലെവൽ ചെയ്തിട്ട് ചപ്പാത്തി ചുട്ടിട്ട് നമ്മൾ പാനിനകത്തോട്ട് ഇട്ട് മാറ്റി വയ്ക്കും. അതിന് പാനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ലെവലായി, കുഴപ്പമില്ല. ഒരു ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്. ഒരു പാനിനകത്ത് എണ്ണയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അധികം എണ്ണ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. എന്തായാലും ചപ്പാത്തി അടുത്തതും ഇട്ടിട്ടുണ്ട്. രണ്ട് ചപ്പാത്തി, കറി, ബൂസ്റ്റ്, മുട്ട. രാവിലത്തെ സെറ്റപ്പാണ്. സത്യം പറഞ്ഞാൽ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിതൊന്നും ചെയ്യത്തില്ല. ഞാൻ രാവിലെ അമ്മയില്ലാത്തതുകൊണ്ടാണ് രാവിലത്തെ വർക്കൗട്ട് മുടങ്ങുന്നത്. പിന്നെ വൈകിട്ട് സമയം പോലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ
കരാട്ടെ ചെയ്യും. കാരണം ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളെല്ലാം അമ്മ ലെവൽ ചെയ്ത് വെച്ചേക്കും. എന്താ കഴിക്കാനുള്ളത് എല്ലാം ലെവൽ ചെയ്ത് വെച്ചേക്കും. എനിക്ക് കഴിക്കാനുള്ള മുട്ടയോ പാലോ എന്താണെന്ന് വെച്ചാൽ അമ്മ അതും സെറ്റ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞ് ഇനി പാന് കഴുകാൻ വയ്ക്കാം. നമ്മൾ കറി വെച്ചതിരിപ്പുണ്ട്, അതൊന്ന് തിളപ്പിക്കാൻ അടുപ്പിലോട്ട് വയ്ക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടില്ല, കറി തിളപ്പിക്കാൻ. ചിക്കൻ കറി വെച്ചത് ഇരിപ്പുണ്ട്, അന്നേരം അതൊന്ന് തിളപ്പിക്കാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ, അമ്മയും പെങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പണിയില്ലല്ലോ. നമ്മൾ രാവിലെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് സംഭവം എല്ലാം മുമ്പിലുണ്ടാവും. പിന്നെ ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഞാൻ അമ്മ ഇങ്ങ് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതാണക്കല്ലല്ലോ, മൊത്തം ഇപ്പം 11 പേരുണ്ട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ടെസയുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 11 പേരുണ്ട്. അപ്പം അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കി ഞാനിങ്ങനെ നിൽക്കും. അവർക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡ് പോലും അമ്മയാണ് വെക്കണേ. അമ്മ വെച്ചെങ്കിൽ തരും. ഞാനതെല്ലാം കൊണ്ട് കൊടുത്ത് കൂടൊക്കെ വൃത്തിയാക്കി ഞാനങ്ങനെ നിൽക്കും. അപ്പം ഇല്ലാത്തപ്പോൾ ഞാൻ രാവിലെ എണ്ണിട്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കി, ഇവർക്ക് ടെസയ്ക്ക് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവർക്കുള്ള മരുന്നുണ്ട്, അതെല്ലാം കൊടുത്ത് എല്ലാം നോക്കി ഞാനിങ്ങനെ കഴിയുമ്പോൾ എനിക്ക് രാവിലെ വർക്കൗട്ടിനുള്ള സമയം കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് നമ്മളിതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വയറ് വിശക്കുമ്പോൾ പിന്നെ വല്ലതും കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് പാടാം. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വർക്കൗട്ട്. പിന്നെ നല്ല മഴയൊക്കെ നനഞ്ഞ് കിടുങ്ങിയൊക്കെ വരുമ്പോൾ അന്നേരം വർക്കൗട്ട് മുടങ്ങും. അപ്പം അമ്മയൊക്കെ ഉണ്ടെങ്കിൽ വർക്കൗട്ടും ഡയറ്റും എല്ലാം കറക്റ്റാണ്. അമ്മ ഇല്ലാത്തപ്പോൾ നമ്മൾ ഇപ്പം ഏതാങ്കൊച്ചുങ്ങളുടെ ഒരു രീതിയാണല്ലോ, നമുക്ക് അമ്മമാരില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പം എന്തായാലും ഇത് രണ്ടും തിളക്കട്ടെ. മുട്ട കുറച്ച് നേരമായി ഇട്ടിട്ട് ഇപ്പം തന്നെ ഒരു 15 മിനിറ്റ് ആയി കാണും. പുഴുങ്ങിയെന്ന് വിചാരിക്കുന്നത്, എന്നാലും നല്ല പോലെ പുഴുങ്ങട്ടെന്ന് വിചാരിച്ചാൽ ഇട്ടേക്കുന്നത്. എന്തായാലും ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചപ്പാത്തി 2 ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി മേടിക്കണം. അപ്പോൾ ചപ്പാത്തി ചുട്ടിട്ടുണ്ട്, അത് അടച്ച് വെച്ചേക്കാം. കറി ചിക്കൻ കറി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, മുട്ടയായി. ഇനി നമുക്ക് ബൂസ്റ്റിനുള്ള കാര്യം. പാല് കഴിഞ്ഞു. ഞാൻ ഇന്നലെ പാല് മേടിച്ചുകൊണ്ട് വന്നില്ല. അപ്പം ഞാൻ പോയി പാലും നമ്മുടെ 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അത് 2 കൂടെ മേടിച്ചിട്ട് വരാം. മുട്ട സെറ്റായിട്ടുണ്ട്, ഞാനത് ഓഫ് ചെയ്യാം. ഓക്കെ, മുട്ട ഓഫാക്കി കറിയുടെ തീ കുറച്ചിടാം. ഇവിടെ അടുത്ത് തന്നെ കടയുണ്ട്, അതുകൊണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്നിങ്ങ് വരും. തീ കുറച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കണ്ട, തുറന്നിരിക്കട്ടെ. ഇന്ന് അടച്ച് വെച്ചേക്കാം. ഇതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് മുട്ട ഓഫാക്കി തീ കുറച്ചിട്ടേക്കാം. ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ കട, ഞാൻ പോയി ഇത് 2 മേടിച്ചിട്ട് ഇതാ വരും. പാലും ബൂസ്റ്റും മേടിച്ചു. ചപ്പാത്തി മേടിക്കാൻ മറന്നേ, സാരമില്ല, രാവിലത്തേക്കുള്ളതുണ്ട്. ഇനി വൈകിട്ടത്തേക്കാണ്, അത് സാരമില്ല, വൈകിട്ട് എന്തായാലും ചോറ് വയ്ക്കുന്നുണ്ട്. ഇനി നാളെ രാവിലത്തേക്ക്, അന്നേരം നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, കറി തിളച്ചെന്ന് വിശ്വസിക്കുന്നു, ചൂടാണ്. ഓക്കെ, തിളച്ചിട്ടുണ്ട്. അന്നേരം കറി ഓഫാക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് മുട്ട തണുപ്പിക്കണം. ചാർലിയുടെ ഫുഡ് കുതിർന്നിട്ടുണ്ട്. തണുപ്പിക്കാൻ വേറൊരു പാത്രത്തിൽ വെള്ളം മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം അല്ലാതെ പൊളിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കൈ കൊള്ളില്ലേ. അന്നേരം ഈ പാല് മേടിച്ചുകൊണ്ട് വന്നത് ഒരു പാല് നമുക്ക് ഒഴിക്കാം. കട്ട് ഓക്കെ, പാല് നമ്മൾ ആ പാത്രം കഴുകി എടുത്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതിനി അടുപ്പയിലോട്ട് വെക്കുക. അത് തിളയ്ക്കട്ടെ. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ബൂസ്റ്റ് ഇട്ട് സെറ്റാക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ചാർലിക്കുള്ളത് കുതിർന്നിട്ടുണ്ട്, ഇതാണ്ടേ കണ്ടോ. അത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അവന് കൊടുക്കാം. അവൻ്റെ പാത്രം അപ്പുറത്തിരിക്കാം, ഒന്ന് കഴുകിയെടുക്കണം. ഇത്ര ഇളക്കിയാൽ മതി, ആൾ ഓരോ ദിവസം കഴിയും തോറും വലുതായി വരികയല്ലേ. അപ്പോൾ ഇതൊന്ന് അവന് കൊടുക്കട്ടെ. ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഇനി മുട്ട അത് തണുത്ത് കഴിയുമ്പോൾ അത് പൊട്ടിക്കണം. പാലെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ. 5 കവർ പാല് മേടിച്ചു, 1 കവർ ഞാനിപ്പോൾ എടുത്ത്, ഇനി 4 കവർ പാലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്.
പാലെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഇത് തിളയ്ക്കണം. കറി നമുക്ക് എടുത്ത് തിളപ്പിച്ചത് വേറൊരിടത്തോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ കറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിലൊന്നും ചെയ്യാനില്ല. ഇപ്പുറത്ത് ചെറിയ തീ, അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തോട്ട് വയ്ക്കാം പാല്. അന്നേരം പെട്ടെന്ന് തിളയ്ക്കും. അയ്യോ, കമ്പി അവിടെ വെച്ച്. ഓക്കെ, നമുക്ക് പാൽ ഇപ്പുറത്ത് അടുപ്പിലോട്ട്. ഈ അടുപ്പിൽ എന്തെങ്കിലും ചെയ്യാണ്ടോ? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് ഓഫാക്കാം. ഇനി അവർക്കുള്ള മുട്ട സെറ്റാക്കണം. അവർക്കത് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ഉള്ള തീറ്റയുണ്ട്, അവർക്കത് കൊടുക്കണം. എന്നിട്ട് കുറുക്കിൻ്റെ ഇതിരിപ്പുണ്ട്, അത് കലക്കി കൊടുക്കണം. പിന്നെന്താ, ചാർലി എന്തി പോ, ഞാനും വല്ലതും കഴിക്കണം. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇത്രയേ ഉള്ളൂ ഇന്ന്. ഓക്കെ, ഇതിന് പാല് തിളച്ച് കഴിയുമ്പോൾ അതെനിക്കുള്ളതാണ്. അത് സെറ്റായി കഴിയുമ്പോൾ ഞാൻ ബൂസ്റ്റ് ഇട്ട് കുടിക്കും. ചക്കരയ്ക്ക് തീറ്റ കൊടുക്കണം. നമ്മുടെ ടെസയുടെ കുഞ്ഞുങ്ങളുടെ തീറ്റ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നുള്ളത്. ചാർലി ഫുഡ് കഴിച്ചാ? കണ്ടോ ഓടി വരുന്നുണ്ട് ആശ. എന്താ, ഞാൻ എൻ്റെ കാലിൻ്റെ അടുത്തൊന്നും മാറൂല, ഇങ്ങനെ നിൽക്കും എൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് പിന്നെ കുരുവിക്കോണത്താണ് ക്ലാസ്. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായതുകൊണ്ട് 5 മണിക്കാണ് ക്ലാസ് വെച്ചേക്കുന്നത് കുരുവിക്കോണത്ത്, 5 to 6. പിന്നെ കുട്ടികൾക്ക് പ്രത്യേകം ട്രെയിനിങ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ WFSK നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ അതിൻ്റേതായ ട്രെയിനിങ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കുഞ്ഞുങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ പ്രത്യേകം ഒരു ബ്ലോഗായിട്ട് അറിയിക്കാം. പിന്നെ ഇന്നലെ ഞങ്ങളുടെ എറണാകുളത്തെ പുതിയ ക്ലാസ്സിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അന്നേരം അതും എല്ലാം നമ്മുടെ കരാട്ടെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു പ്രത്യേകം വ്ലോഗ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇതൊക്കെ തന്നെ. ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി എനിക്ക് വിശപ്പടിച്ചു തുടങ്ങി, വല്ലതും കഴിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.